പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഇന്നലെ ഈ വീഡിയോ കണ്ടപ്പോൾ വളരെയേറെ പ്രയാസം തോന്നി. കാരണം നമ്മുടെ കുമ്പള ടോൾ ഗേറ്റിലുണ്ടായ ഒരു സംഭവമാണ്. അത് ആകപ്പാടെ 20 കിലോമീറ്റർ ദൂരത്തിൽ 2 പ്രാവശ്യം ടോൾ മേടിക്കുന്നുണ്ട്. അപ്പൊ ആ ടോളിനെതിരെ അദ്ദേഹം ചോദ്യം ചെയ്തതാണ്. ചോദ്യം ചെയ്തപ്പോഴത്തേന് അവർ ആ ബാരിക്കേഡ് അവിടുത്തെ വണ്ടി നമ്മുടെ ഈ ഇങ്ങനെ വിലങ്ങിയിടുന്ന ഒരു ബാരിക്കേഡുണ്ട്, അത് കാറിന്റെ മുകളിൽ വീണു. അത് വീണപ്പോഴത്തേന് അദ്ദേഹം അത് ചോദ്യം ചെയ്തപ്പോഴത്തേന് ഉണ്ടായ ഒരു സംഭവമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒരു പിഞ്ച് കുഞ്ഞാണ് ആ കാറിന്റെ അകത്ത് ഇരിക്കുന്നത്. അതും അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്. അദ്ദേഹത്തെ ആ കാറിന്റെ അകത്തുനിന്ന് ഈ രാജ്യത്ത് ഇവിടെ എന്താ നടക്കുന്നത്? അഴിഞ്ഞാടുകയാണ് പോലീസൊക്കെ, അങ്ങ് അഴിഞ്ഞാടുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള പോലീസിന്റെ കടമ. ആ പോലീസ് തന്നെ ജനങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതന്നെ അവരെ ഒന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു കാര്യം കാണിച്ചാൽ അതിനൊരു പെറ്റി അടിച്ച് വിടുകയോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുക. ഒരു മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ ആ കുഞ്ഞു കുട്ടിയുടെയും അദ്ദേഹത്തിന്റെ വൈഫിന്റെ മുന്നിൽ വെച്ച് കാറിൽ നിന്ന് എടുത്തോണ്ട് അദ്ദേഹം തന്നെ വലിയ ക്രിമിനലെ വല്ലതാണ്, അല്ല വലിയ ക്രിമിനൽ കുറ്റം ചെയ്തതാണ്. ഈ ക്രിമിനലുകളുടെയൊക്കെ മുന്നിൽ നിങ്ങളൊക്കെ ഓച്ചാനിച്ച് സല്യൂട്ട് അടിച്ച് നിൽക്കുമല്ലോ. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മുന്നിലാണല്ലോ നിങ്ങൾ ഇതൊക്കെ കാണിക്കുന്നത്. വളരെ കഷ്ടമുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക. നിങ്ങൾ കണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞും അതിന്റെ അകത്ത് പേടിച്ച് വിറച്ചിരിക്കുന്ന കണ്ടല്ലോ. ആ കാറിൽ നിന്ന് അദ്ദേഹത്തെ വലിച്ചിറക്കുകയാണ്. അങ്ങനെ വലിച്ചിറക്കാൻ ഇവർക്ക് എന്ത് അധികാരമുണ്ട്? കണ്ട, അത്രയും പേര് അവിടെ കൂടി നിന്നിട്ട് കണ്ടോ, തൂക്കി എടുത്തോണ്ട് പോകുന്ന കണ്ടോ. അദ്ദേഹത്തിന്റെ കൊച്ച് ആ കാറിന്റെ അകത്ത് കിടക്കുന്നുണ്ടോ. ആ കാറിന്റെ അകത്ത് കയറാൻ ആ പോലീസുകാരൻ എന്നാ ധൈര്യമുണ്ട് ആ കാറിന്റെ അകത്ത് കയറാൻ വേണ്ടി? അദ്ദേഹത്തിന്റെ കൊച്ചും ഭാര്യയും അവിടെ കാറിന്റെ അകത്ത് വരണ്ടിരിക്കുന്ന ആ കാറിന്റെ അകത്തോട്ട് ആ പോലീസുകാരൻ കയറി കാറ് മാറ്റിയിടാൻ പോവുകയാണ്. ഇവർക്ക് ഇത് ആദ്യം തന്നെ ചെയ്യാമായിരുന്നല്ലോ. ആ കാർ അവിടെ നിന്ന് ഒതുക്കിയിട്ട് ഇവർക്ക് അദ്ദേഹമായിട്ട് സംസാരിക്കാമായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് പോലീസുകാരന്റെ ചോദ്യം കേട്ടോ, അവനാരാ, രാജാവാണോ ചോദിച്ചാൽ. കണ്ടോ, രാജാവും പ്രജയും ആരെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. കണ്ട് എടുത്തുകൊണ്ട് പോകുന്ന കണ്ടോ. അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞും 6 മാസമായ ആ പ്രായമുള്ള കുഞ്ഞുമായിട്ട് 2 മണിക്കൂറോളം അവരാ വഴി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇവിടെ കോടതി നിയമം ഒന്നുമില്ല ഇങ്ങനെയുള്ള അട്ടായങ്ങൾ കാണിക്കുമ്പം പ്രതികരിക്കാൻ.